ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സർക്കാരിനെതിരായ സമരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര കണ്ട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് CPM ചോദിക്കുന്നത്, നിങ്ങൾ ഏത് മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് സമരം ചെയ്യുന്നത്, കരിങ്കൊടി കാണിക്കുന്നത് എന്നാണ്. ആ നിലയിൽ ഒരു മുദ്രാവാക്യം ഉയർത്താനോ ഒരു വിഷയം ഉയർത്തിക്കാണിക്കാനോ പറ്റാതെ ഒരു ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം എങ്ങനെ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കും, രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നികേഷയുടെ മുത്തങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സാറേ. ഈ വസന്തത്തിൻ്റെ ഇടിമുഴക്കം ഉണ്ടായ ഏത് കാലത്തായിരുന്നു? പുൽപ്പള്ളി, തലശ്ശേരി കാര്യങ്ങളൊക്കെ. ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ച് അരയക്കണ്ടി അച്യുതനെയും KC നന്ദനെയും ഊത്തുപറമ്പിലിട്ട് CPM അടിച്ച് പഞ്ചറാക്കിയ കഥയറിഞ്ഞുകൂടെ? താങ്കളുടെ അച്ഛൻ്റെ ആത്മകഥയായ എൻ്റെ ഒരു ജന്മം അല്ലേ, ഒരു ജന്മം, അതിൽ വളരെ വാത്സല്യപൂർവ്വം പറയുന്ന ഒരാളാണ് KC നന്ദനൻ. ഈ കഥയൊക്കെ ആർക്കറിയാത്തത്? ഈ നക്സൽ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലൊരു MLA KS നായർ, അദ്ദേഹം പാർട്ടി വിട്ടു പോയതിൻ്റെ പേരിൽ പിന്നെ തേക്കിൻകാട് മൈതാനത്തിട്ട് അടിച്ച് പഞ്ചറാക്കി മുഖത്ത് ടാറൊഴിച്ച പാർട്ടി മുത്തങ്ങയിലെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. സാർ, ഇതൊക്കെ ആർക്കാണ് സാർ അറിയാൻ മേലാത്തത്? സാർ, ഈ ഈ രക്ഷാവാദം ഉണ്ടല്ലോ സാർ, രക്ഷാപ്രവർത്തനവാദം, സാറേ, അത് പറഞ്ഞവർക്ക് പോലും ഇപ്പം ഒരു ലജ്ജയോടുകൂടിയാണ് സാർ ഓർക്കുന്നത്. സാറേ, അതൊക്കെ പഴഞ്ചനായ കാര്യങ്ങളാണ് സാർ. ഇതൊക്കെ ആരോടാണ്? കേരളം അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ നറേറ്റീവ്സാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് സാർ. എന്താണ് സാർ, ഈ പൂച്ചട്ടി ഇരിക്കുന്നിടത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചാൽ ഉടനെ പൂച്ചട്ടി എടുത്ത് അടിക്കുമോ? അങ്ങനാണോ? അതാണോ ഈ നവകേരളത്തിൻ്റെ സന്ദേശം? അതാണോ നവകേരളം? അതാണോ നമ്മോട് പറയുന്നത്? നിങ്ങൾക്കെതിരെ പ്രതിഷേധം, ആർക്കെങ്കിലും എതിരെ പ്രതിഷേധം ഉയർത്തിയാൽ പൂച്ചട്ടിയല്ല എന്ത് സാധനം അവിടെ ഇരുന്നാലും എടുത്ത് അങ്ങ് അടിക്കുമെന്നാണോ സാർ പറയുന്നത്? എന്ത് നവകേരളമാണ് സാർ ഇത്? താങ്കൾ പറഞ്ഞു സമരം ആരും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. ഈ ഒരു ധൂർത്ത യാത്രയുണ്ടല്ലോ സാർ, എന്താണ് സാർ നേടിയത്? ഈ ഗവൺമെൻറ് ഒരു ധവളപത്രം ഇറക്കുമോ സാർ? 37 ദിവസം കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ച് മന്ത്രിമാർ ആർഭാട വാഹനമോ അല്ലെങ്കിൽ KSRTC ബസ്സോ എന്തോ ആവട്ടെ സാർ, ഇവിടെ 10,000-കണക്കിന് ആളുകളെ കണ്ടിങ്ങനെ വന്നല്ലോ സാർ. എന്തോ നേട്ടം ഈ നവകേരളത്തിന് ഉണ്ടാക്കിയെന്നാണ് സാർ പറയുന്നത്? അവസാനം ആ നവകേരള യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ആളിനെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തുപാട്ടുകൾ, വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങിയെന്നല്ലാതെ എന്തു നേട്ടമാണ് സാർ ഉണ്ടായെന്നുകൂടെ നമ്മൾ പറയണ്ടേ സാർ? ഒരാളെ രക്ഷിക്കാൻ പിടിച്ചത്ര എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു സാർ? മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ സൈഡിൽ നിന്ന ചെറുപ്പക്കാരുടെ കാലിൽ പോലീസ് വാഹനം ഓടിച്ചു കയറ്റി ഈ യാത്രയുടെ ഇടയിൽ. ഞാനും കൂടെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ താങ്കളാണ് ആ ദൃശ്യം റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചതും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ്. രക്ഷിക്കാനായിരുന്നോ സാർ? ആ ചെറുപ്പക്കാരന് കാലിലെ അസ്ഥി ഒടിഞ്ഞ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാർ. വാരി പിടിച്ചു അങ്ങനെ രക്ഷിക്കാൻ. സാറേ, ഇത് പഴകി പൊളിച്ച പഴങ്കഞ്ഞിയാണ് സാർ. ഇനിയുമെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരൂ. പ്രതിഷേധമുണ്ടായി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി, ഈ ധൂർത്തയാത്രയ്ക്കെതിരെ പ്രതിഷേധമുണ്ടായി. അവർ കരിങ്കൊടി കാണിച്ചു. ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഒളിച്ചിരുന്നാണെന്ന്. പണ്ടൊരു ചർച്ചയിൽ ഇത് പറഞ്ഞു, ഒളിച്ചിരുന്നാണെന്ന്. സാർ, എന്തിനാണ് സാർ ഒളിച്ചിരുന്ന് ഒരു കരിങ്കൊടി കാണിക്കുന്ന 5-6 പേരെ? വണ്ടി തടയാൻ ആരും വന്നില്ലല്ലോ. വണ്ടി തടയാൻ നിങ്ങൾക്ക് ഇവിടെ കഴിവ്? ശരിയാ, വണ്ടി തടയാൻ വന്നില്ലല്ലോ. വണ്ടി തടയാൻ വരാതെ മാറി ഒളിച്ചിരുന്ന്, പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന്, പണ്ട് പറഞ്ഞ വാചകമാണ്, ആ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന് ഒരു കറുത്ത കൊടി കാണിച്ചവർ എന്തിനാണ് സാർ ഇങ്ങനെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും ഒരു ഭിന്നശേഷിക്കാരനടക്കമുള്ള ആളുകളെ അടിക്കുന്നത്? താങ്കൾ ചോദിച്ചു ഇതിനൊരു ഒരു രാഷ്ട്രീയം എന്താണെന്നുള്ളത്. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുകൂടാണ് താങ്കളുടെ ചോദ്യം. അതിനൊക്കെ ഇവർക്ക് കഴിവുണ്ടോ? ഈ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താതെ യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിൽ പോയി കാലിനിടയിൽ കയ്യും വെച്ച് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തു പറയുമായിരുന്നു സാർ? പോലീസിൻ്റെ അതിക്രമത്തിനെതിരെ പോലീസിൻ്റെ സഹായത്തോടുകൂടി CPMൻ്റെ പ്രവർത്തകർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ നടന്ന സമരത്തിലാണ് സാർ, 20-ാം തീയതി നടന്ന സമരത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. താങ്കൾ എന്താണ് കരുതുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കണമായിരുന്നു? യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനെ പ്രതിഷേധിക്കാതിരിക്കണമായിരുന്നു?
എന്തോ ഹർത്താൽ ഉണ്ടാക്കാൻ ചെയ്തതാണെന്ന്. സാറേ, ഹർത്താൽ ഉണ്ടാക്കണേ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്താൽ പോരെ സാർ? അതിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കലാപം ഉണ്ടാക്കിയിട്ട് വേണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് വേണ്ടല്ലോ. ഇവിടെ CPM പറയുന്നത് സുനിൽ കനകോലു സമൂഹത്തിലെ താഴേക്കടയിലുള്ള ഒരാള് മരിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ കലാപം അഴിച്ചുവിടണമെന്നും സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടുണ്ടെന്നാണ് CPM-ന്റെ വാദം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സാറ് കണ്ടിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? താങ്കൾ നികേഷ് കുമാർ, CPM-നെ പറഞ്ഞത് താങ്കൾ കണ്ടിട്ടുണ്ടോ കനകോലുവിന്റെ റിപ്പോർട്ട്? നോ. നമ്മളൊരു താങ്കൾ ആരോപണം പോലെ പറയുകയല്ല, ഒരു വസ്തുത പറയുകയാണെങ്കിൽ പോലും കനകോലു ഇതെന്താ സാർ? സന്ദേശം സിനിമയാണോ സാർ നിങ്ങൾ ഈ പറയുന്നത്? സന്ദേശം സിനിമയിൽ പറയുന്നത് കനകോലു പറഞ്ഞു താഴേക്കിടയിൽ ഒരാളെ ഒരു രക്തസാക്ഷിയെ കിട്ടിയ ഈ കാലഘട്ടത്തിൽ ആരാണ് സാർ ഇതൊക്കെ പറയുക? സാർ എന്തൊക്കെ കനകോലുവിനെ കുറിച്ച് കുറേ എന്തൊക്കെ പറയുന്നു സാർ? ഇവിടെ എത്ര അസത്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടാണ് സാർ ഇവിടെ ഇവർ രാഷ്ട്രീയം പയറ്റുന്നത്. സാർ, താങ്കളുടെ നേരത്തെയുള്ള ചോദ്യം, കേരളത്തിലെ ജനങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ചെടിച്ചട്ടിയെടുത്ത് അടിച്ചത് മുതൽ കാറ് കയറ്റി രക്ഷാപ്രവർത്തനം നടത്തി, ചെടിച്ചട്ടി അടിച്ചെടുത്ത് രക്ഷാപ്രവർത്തനം, പിന്നെ കാറ് കയറ്റുകയാണ്, പോലീസിൻ്റെ കാറ്. അങ്ങനെ കയറ്റിക്കൊണ്ട് നടത്തുന്ന രക്ഷാപ്രവർത്തനം വരെയുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളും കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഏകാധിപത്യ ഭരണം അങ്ങ് പോവുകയാണ്. പാർട്ടിയിൽ ചോദിക്കാൻ ആളില്ല, ഗവൺമെൻറ് ചോദിക്കാൻ ആളില്ല. സർ പി രാജീവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം എന്താണ് സർ ആഭ്യന്തരമന്ത്രിയായത്? നിയമവശങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് പോലീസ് ഇത് ചെയ്തതെന്ന് വേറൊരാളുടെയും പ്രസ്താവന ഞാൻ കണ്ടില്ല. അദ്ദേഹം എന്നാണ് ഈ ആഭ്യന്തരമന്ത്രിയായത്? ആഭ്യന്തരമന്ത്രിയായത് എന്നാണ് സർ? Debate with MV Nikesh Kumar.